എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുന്നത് ഒരു ട്രെയിൻ യാത്രയിലാണ്. ഇറ്റലിയിൽ യുദ്ധം നടക്കുന്ന സമയം. രാത്രി റോമിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിലെ യാത്രക്കാർക്ക് ഫാബ്രിയാനോ എന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ നേരം വെളുക്കുന്നതുവരെ കാത്തുനിൽക്കേണ്ടി വന്നു. അവിടെ നിന്നും അവർക്ക് വേറെ ഒരു പഴയ ലോക്കൽ ട്രെയിനിൽ കയറി വേണം സുൾമോണ എന്ന സ്ഥലത്തേക്ക് പോകാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഒരു സ്റ്റേഷനിൽ കാത്തിരുന്ന് വീണ്ടും ഒരു പഴയ ട്രെയിനിൽ യാത്ര ചെയ്യണം. എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ആ കാലത്ത് യുദ്ധം കാരണം യാത്രകളൊക്കെ ഇങ്ങനെ ദുരിതം പിടിച്ചതായിരുന്നു. നേരം വെളുത്തപ്പോൾ പുകയും ഇടുങ്ങിയതുമായൊരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക് കുറച്ചാളുകൾ കയറി. ആ ബോഗിയിൽ തലേദിവസം രാത്രി മുതൽ കുറേ പേരിയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ വരുന്നത്. തടിച്ച കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ ആരോ കഷ്ടപ്പെട്ട ആ ബോഗിയിലേക്ക് പിടിച്ചുകയറ്റി. ആ സ്ത്രീ ഡീപ്പ് മോർണിംഗിലായിരുന്നു. അതായത് അവരുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചതിന്റെ ദുഃഖം ആചരിക്കുകയായിരുന്നു അവർ. അവരുടെ വസ്ത്രധാരണത്തിൽ നിന്നും മുഖഭാവത്തിൽ നിന്നുമെല്ലാം അത് വ്യക്തമായിരുന്നു. അവരുടെ പുറകെ കിതച്ചും ഞെരങ്ങിയും കൊണ്ട് അവരുടെ ഭർത്താവും കയറി. അദ്ദേഹം തീരെ മെലിഞ്ഞ് ദുർബലനായൊരു ചെറിയ മനുഷ്യനായിരുന്നു. മുഖം വിളറി വെളുത്തിരുന്നു. ഡെത്ത് വൈറ്റ് എന്നാണ് കഥാകൃത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചെറുതും തിളക്കമുള്ളതുമായിരുന്നു. കണ്ടാലൊരു നാണക്കാരനെപ്പോലെയും അസ്വസ്ഥനെപ്പോലെയും തോന്നും. ഒരമ്മയും അച്ഛനുമാണവർ. കണ്ടാലേ അറിയാം എന്തോ വലിയൊരു സങ്കടം അവരെ അലട്ടുന്നുണ്ടെന്ന്. ഒരു വിധത്തിൽ ഒരു സീറ്റിലിരുന്ന ശേഷം ആ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്ത മറ്റു യാത്രക്കാർക്ക് വിനയത്തോടെ നന്ദി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭാര്യയുടെ നേരെ തിരിഞ്ഞ സ്നേഹത്തോടെ ചോദിച്ചു, "ആർ യു ഓൾ റൈറ്റ് ഡിയർ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രിയേ?" പക്ഷെ ആ സ്ത്രീ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം അവർ തന്റെ കോട്ടിന്റെ കോളർ വലിച്ചുയർത്തി മുഖം മറച്ചു. അവർക്ക് ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. അവരുടെ ദുഃഖം അത്ര വലുതായിരുന്നു. അപ്പോൾ ആ ഭർത്താവ് ഒരു വിഷാദചിരിയോടെ ചുറ്റുമിരുന്നവരോടായി പറഞ്ഞു, "നാസ്റ്റി വേൾഡ്, എന്തൊരു മോശം ലോകം." എന്നിട്ട് ആ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവരോട് വിശദീകരിക്കേണ്ടത് തന്റെ കടമയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചാലോ? അദ്ദേഹം പറഞ്ഞു തുടങ്ങി, "ആ പാവം സ്ത്രീയെ എല്ലാവരും സഹതാപത്തോടെ കാണണം. കാരണം യുദ്ധം അവരുടെ ഒരേയൊരു മകനെ അവരിൽ നിന്നും തട്ടിയെടുക്കാൻ പോവുകയാണ്. വെറും 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ അവനുവേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അവന്റെ പഠനത്തിനായി അവർ സുൾമോണയിലെ തങ്ങളുടെ വീടുപേക്ഷിച്ച് റോമിലേക്ക് താമസം മാറി. അവൻ യുദ്ധത്തിൽ ചേരാൻ സന്നദ്ധനായപ്പോൾ കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും അവനെ യുദ്ധമുഖത്തേക്ക് അയക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നു. ആ ഉറപ്പിലാണ് അവർ അവനെ പോകാൻ സമ്മതിച്ചത്. എന്നാൽ ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം 3 ദിവസത്തിനകം താൻ യുദ്ധമുഖത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മകന്റെ ഒരു കമ്പി സന്ദേശം വന്നിരിക്കുന്നു. അവനെ യാത്രയാക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ സുൾമോണയിലേക്ക് പോകുന്നത്." ഇതൊക്കെ ഭർത്താവ് വിവരിക്കുമ്പോൾ ആ സ്ത്രീ സീറ്റിലിരുന്ന് പുളയുകയും ഞെരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കാട്ടുമൃഗത്തെ പോലെ. അവർക്കുറപ്പായിരുന്നു, ഈ വിശദീകരണങ്ങൾ ഒന്നും കേട്ടാൽ മറ്റുള്ളവർക്ക് തങ്ങളോടൊരു തരിമ്പുപോലും സഹതാപം തോന്നില്ലെന്ന്. കാരണം ആ ട്രെയിനിലുള്ള മിക്കവാളും എല്ലാവരും തന്നെപ്പോലെ തന്നെ സമാനമായ അവസ്ഥയിലായിരിക്കും. യുദ്ധം എല്ലാവരുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിച്ചിരുന്നു. അപ്പോൾ അതുവരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരാൾ പറഞ്ഞു, "നിങ്ങളുടെ മകൻ ഇപ്പോഴെങ്കിലുമല്ലേ യുദ്ധത്തിന് പോകുന്നത്? നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. എന്റെ മകൻ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പോയതാണ്. അവൻ ഇതിനോടകം 2 തവണ പരിക്കേറ്റ് തിരിച്ചു വന്നു. എന്നിട്ടും അവനെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ അയച്ചു. കണ്ടോ, ഓരോരുത്തർക്കും അവരവരുടെ നഷ്ടങ്ങളും വേദനകളുമാണ് വലുത്." അത് കേട്ടപ്പോൾ വേറൊരാൾ പറഞ്ഞു, "എന്റെ കാര്യമോ? എനിക്ക് 2 ആൺമക്കളും 3 മരുമക്കളും യുദ്ധമുഖത്തുണ്ട്." അപ്പോൾ ആ അമ്മയുടെ ഭർത്താവ് പതുക്കെ ഒന്ന് പറഞ്ഞു നോക്കി, "അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ ഇത് ഞങ്ങളുടെ ഒരേയൊരു മകനാണ്." അദ്ദേഹത്തിന് തോന്നിക്കാണും, ഒരു മകൻ മാത്രമുള്ളവരുടെ വേദന മറ്റുള്ളവരെക്കാൾ വലുതാണെന്ന്. പക്ഷെ ആ വാദത്തെ മറ്റുള്ളവർ ഖണ്ഡിച്ചു. നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു, "അതുകൊണ്ടെന്ത് വ്യത്യാസമാണുള്ളത്? ഒരു മകനാണെങ്കിൽ നിങ്ങൾ അവനെ കൂടുതൽ ലാളിച്ചു വഷളാക്കിയേക്കാം. എന്നുവെച്ച് നിങ്ങൾക്ക് മറ്റു മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവനെ സ്നേഹിക്കാൻ കഴിയില്ല." അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, "പേരന്റൽ ലവ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ്." അതായത് മാതാപിതാക്കളുടെ സ്നേഹം റൊട്ടി പോലെയല്ല.
അത് കഷ്ണങ്ങളാക്കി മുറിച്ച് മക്കൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരച്ഛൻ തന്റെ എല്ലാ സ്നേഹവും തന്റെ ഓരോ മക്കൾക്കും ഒരു വിവേചനവുമില്ലാതെ നൽകുന്നു. അത് ഒരു മകനായാലും 10 മക്കളായാലും. ഞാനിപ്പോൾ എന്റെ 2 മക്കളുടെ പേരിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും പകുതി വീതം എന്ന നിലയിലല്ല, മറിച്ച് ഇരട്ടി വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഈ വാക്കുകൾ കേട്ട ഭർത്താവ് ആകെ ചമ്മിപ്പോയി. ശരിയാണ് ശരിയാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ബട്ട് അദ്ദേഹം വീണ്ടും തന്റെ ന്യായം പറയാൻ ശ്രമിച്ചു. പക്ഷേ ഒരാൾക്ക് 2 മക്കൾ യുദ്ധത്തിലുണ്ടെങ്കിൽ അതിലൊരാളെ നഷ്ടപ്പെട്ടാലും ആശ്വസിപ്പിക്കാൻ ഒരാളെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ. അതേസമയം ആ വാചകം പൂർത്തിയാക്കുന്നതിന് മുൻപ് മറ്റേയാൾ ദേഷ്യത്തോടെ ഇടപെട്ടു. അതെ, ആശ്വസിപ്പിക്കാൻ ഒരു മകൻ ബാക്കിയുണ്ടാകും. പക്ഷെ ആ മകനു വേണ്ടി ജീവിച്ചിരിക്കേണ്ട ഒരു ബാധ്യത കൂടി ആ അച്ഛനുണ്ട്. അപ്പോൾ എന്റെ അവസ്ഥ നിങ്ങളുടേതിനേക്കാൾ മോശമല്ലേ? നോക്കൂ, ഓരോരുത്തരും തങ്ങളുടെ ദുഃഖമാണ് ഏറ്റവും വലുതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ബോഷ്, വെറും പൊട്ടത്തരം. ആ തടിച്ച മനുഷ്യൻ വീണ്ടും പൊട്ടിത്തെറിച്ചു. നമ്മുടെ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അല്ല, നമ്മൾ അവരുടേതാണ്. പക്ഷേ അവർ ഒരിക്കലും നമ്മുടേതല്ല. അവർക്ക് 20 വയസ്സാകുമ്പോൾ അവർ നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നോ അതുപോലെയാകും. ഇപ്പോൾ നമ്മുടെ ഈ പ്രായത്തിൽ രാജ്യത്തോടുള്ള സ്നേഹം വലുതാണ്, തീർച്ചയായും. പക്ഷേ അതിനേക്കാൾ ശക്തമാണ് നമ്മുടെ മക്കളോടുള്ള സ്നേഹം. ഇവിടെയിരിക്കുന്ന ആരെങ്കിലും സാധിക്കുമായിരുന്നുവെങ്കിൽ തന്റെ മകന്റെ സ്ഥാനത്ത് യുദ്ധമുഖത്തേക്ക് സന്തോഷത്തോടെ പോകാതിരിക്കുമോ? ഈ ചോദ്യം കേട്ട് ആ കമ്പാർട്ട്മെന്റിൽ ഒരു നിമിഷം നിശബ്ദത പരന്നു. എല്ലാവരും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. ഒരച്ഛനോ അമ്മയോ തങ്ങളുടെ മക്കൾക്കൊരാപത്ത് വരാൻ ആഗ്രഹിക്കില്ലല്ലോ. അയാൾ തുടർന്നു. അവരുടെ പ്രായത്തിൽ രാജ്യത്തോടുള്ള സ്നേഹം നമ്മളോടുള്ള സ്നേഹത്തിലും വലുതായി അവർ കരുതുന്നത് സ്വാഭാവികമല്ലേ? രാജ്യമെന്നത് റൊട്ടി പോലെ ഒരു അത്യാവശ്യമാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും പോകണമല്ലോ. നമ്മുടെ മക്കൾ അവരുടെ 20-ാം വയസ്സിൽ പോകുന്നു. അവർ പോകുമ്പോൾ നമ്മൾ കരയരുത്. കാരണം അവർ മരിക്കുകയാണെങ്കിൽ അവർ സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. എന്നിട്ടയാൾ പറഞ്ഞു, എല്ലാവരും കരച്ചൽ നിർത്തണം. എല്ലാവരും എന്നെപ്പോലെ ചിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് എന്നെപ്പോലെ ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്റെ മകൻ മരിക്കുന്നതിനു മുൻപ് എനിക്കൊരു സന്ദേശം അയച്ചിരുന്നു. അവൻ ആഗ്രഹിച്ച ഏറ്റവും നല്ല രീതിയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ അവൻ സംതൃപ്തനായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നതുപോലെ ഞാൻ ദുഃഖമാചരിക്കുന്ന കറുത്ത വസ്ത്രം പോലും ധരിക്കാത്തത്. ഇതും പറഞ്ഞ അയാൾ തന്റെ ഇളം തവിട്ട് നിറമുള്ള കോട്ടൊന്ന് കുടഞ്ഞു കാണിച്ചു. പക്ഷേ അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിറച്ചിരുന്നു. അയാളുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. അവസാനം അയാൾ ഒരു പൊട്ടിച്ചിരി ചിരിച്ചു. പക്ഷെ അതൊരു കരച്ചിൽ പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. അയാൾ തന്റെ ദുഃഖമുള്ളിലൊതുക്കി ധീരനായി അഭിനയിക്കുകയായിരുന്നു. മറ്റുള്ളവരെല്ലാം ശരിയാണ് ശരിയാണ് എന്ന് അയാളോട് യോജിച്ചു. ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആ അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി തന്റെ ഭർത്താവിന്റെയും സുഹൃത്തുക്കളുടെയും വാക്കുകളിൽ നിന്നും അവരൊരാശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരമ്മ എങ്ങനെയാണ് തന്റെ മകനെ മരണത്തിലേക്ക് അയക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. തന്റെ ദുഃഖം മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന ചിന്ത അവരെ കൂടുതൽ വേദനിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഈ തടിച്ച മനുഷ്യന്റെ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി, സ്തബ്ധയാക്കി. മറ്റുള്ളവർക്കല്ല, തനിക്കാണ് തെറ്റുപറ്റിയതെന്ന് അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ അച്ഛൻ അമ്മമാരെത്രയും ധൈര്യം തനിക്കില്ലല്ലോ എന്ന് അവർക്ക് തോന്നി. മക്കളുടെ വേർപാറ മാത്രമല്ല, അവരുടെ മരണം പോലും കരയാതെ അംഗീകരിക്കാൻ അവർ തയ്യാറാണെന്ന് ആ സ്ത്രീക്ക് തോന്നി. അവർ തലയുയർത്തി ആ മനുഷ്യൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ മകൻ എങ്ങനെയാണ് രാജ്യത്തിനു വേണ്ടി ഒരു വീരനെപ്പോലെ സന്തോഷത്തോടെ ഖേദ കൂടാതെ മരിച്ചത് എന്നയാൾ വിവരിക്കുന്നത് അവർ കേട്ടിരുന്നു. അതുവരെ തനിക്ക് അപരിചിതമായ ഒരു പുതിയ ലോകത്തെത്തിയതുപോലെ അവർക്ക് തോന്നി. ആ ധീരനായ അച്ഛനെ മറ്റുള്ളവരഭിനന്ദിക്കുന്നത് കേട്ട് അവർക്ക് സന്തോഷം തോന്നി. പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ ആ സ്ത്രീ ആ തടിച്ച മനുഷ്യനോട് ചോദിച്ചു, "ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്?" അപ്പോൾ നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ? ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് എല്ലാവരും അവരെ തുറിച്ചുനോക്കി. ആ തടിച്ച മനുഷ്യനും അവരുടെ നേരെ തിരിഞ്ഞു. അയാളുടെ വലിയ വീർത്ത് വെള്ളം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അയാൾ ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അയാൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ആ നിസ്സാരമായ അനുചിതമായ ചോദ്യം കേട്ടപ്പോഴാണ് തന്നെ മകൻ ശരിക്കും മരിച്ചുപോയി, ഇന്നെന്നേക്കുമായി പോയി എന്ന് അയാൾക്ക് ബോധ്യമായത്. അതുവരെ പിടിച്ചു നിർത്തിയ അയാളുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അയാളുടെ മുഖം വികൃതമായി കൂടിപ്പോയി. അയാൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഒരു തുവാല എടുത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹൃദയം തകർന്ന് നിയന്ത്രിക്കാനാവാത്ത വിധം പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ടോ കുട്ടികളെ, എത്രയൊക്കെ ധൈര്യം അഭിനയിച്ചാലും ദേശസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും
ഒരച്ഛന്റെ ഹൃദയത്തിലെ പുത്രദുഃഖം എന്ന യാഥാർത്ഥ്യം ഒരുനാൾ പുറത്തുവരും. അതാണ് യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണോന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8056666363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.